Hello everyone, welcome back to another episode. Hope you all are fine. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് പഴം പുഴുങ്ങുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് പഴത്തിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പ് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു സെറാമിക് പ്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പവറും ടൈമും സെറ്റ് ചെയ്യണം. അപ്പോൾ മൈക്രോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈ പവറിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, 900 വാട്ട്സിലാണ്. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഒരു 4 to 5 minutes ആണ് പഴം പുഴുങ്ങാൻ നമ്മൾ എടുക്കേണ്ടത് ഹൈ പവറിൽ ഇടുകയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ 4 minutes ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഴം പുഴുങ്ങിയത് റെഡിയായി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ പഴം നന്നായി സ്റ്റീം ചെയ്ത് നല്ല രീതിയിൽ ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഴം പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വിത്തിൻ 5 minutes കൊണ്ട് പഴം പുഴുങ്ങിയത് റെഡിയായി കിട്ടും. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ പഴം പുഴുങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഒന്ന് സെൽഫ് റിലയൻ്റ് ആവാനും അതുപോലെ ഒരു ഹോൾ ഫാമിലി കുക്കിംഗ് കൺസെപ്റ്റ് അവർക്ക് ഉണ്ടായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. See you next time. Bye bye.